ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ഞാനൊരു തായ്ലൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയൊരു പനിയെല്ലാം കഴിഞ്ഞ് പനി മാറി. പക്ഷേ ശബ്ദം അത് ശരിയായി വരാൻ ഇനി എന്തായാലും ഒരു 1-1.5 ആഴ്ച എടുക്കും. അങ്ങനെയാണ് ഒരു പനി വന്നു കഴിഞ്ഞാൽ പൊതുവെ. പക്ഷേ എനിക്ക് ഈ ശബ്ദം വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ ശബ്ദത്തിൽ കൂടുതൽ ബാസ് ഇട്ട് സംസാരിക്കാനൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വീക്കെൻഡായിരുന്നു, ഒരു സാറ്റർഡേ. ഇതിന് പിറ്റേ ദിവസം സൺഡേ ആണ് ഞങ്ങൾ തായ്ലൻഡിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ബ്രദേഴ്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ജോലി സംബന്ധമായിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ്. ഇവിടെ 2 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേയാൾ ഓൾറെഡി ബാംഗ്ലൂരാണ്. പിന്നെ ഞങ്ങൾ 2 പേരും കുടുംബം അവനോടെ തന്നെ ഇരിക്കാനുള്ള മടി കാരണം അവനും ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ 3 പേരുണ്ട് ഇവിടെ. രാവിലെ തന്നെ എളുപ്പപരിപാടി നമ്മുടെ പുട്ട് അങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ച തിരിച്ചു വരുമ്പോൾ വെള്ളിയാഴ്ച രാത്രി തിരിച്ചെത്തും. അപ്പോൾ ശനിയാഴ്ച പുട്ടും ചെറുപയറും, ഞായറാഴ്ച പുട്ടും കടലയും എന്നൊക്കെയുള്ള പ്ലാനിൽ ഞാൻ ഫ്രീസറിൽ ഓൾറെഡി ചെറുപയറേറിയും കടലക്കറിയൊക്കെ വേവിച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇന്ന് തന്നെ അങ്ങ് പുറത്തെടുത്തു. ഇനി അടുത്ത ആഴ്ചയല്ലേ, അത് അന്നേരം ആവട്ടെ എന്ന് വിചാരിച്ച്. ഇന്നധികം കുക്കിങ്ങിന് നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ ഫ്രീസറിൽ നിന്ന് അതൊക്കെ എടുത്ത് ഞങ്ങൾ ചൂടാക്കി പുട്ടൊക്കെ ആക്കി ഞങ്ങളിരുന്ന് കഴിച്ചു. അവിടെ ഇരുന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ അതിൽ പാത്രം കഴുകിത്തരാമെന്ന് പറഞ്ഞു. അപ്പം അതിലെ ഏൽപ്പിച്ചു. കുറച്ച് ഡ്രസ്സ് എണീറ്റപ്പോൾ തന്നെ അത് വാഷ് ചെയ്യാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്നലെ രാത്രി ഒരു ലോഡ് അലക്കി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 2 ലോഡ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ അവിടുത്തെ ബാൽക്കണിയിലിടാൻ സ്ഥലം തികയില്ല. പിന്നെ വേഗം ഉണങ്ങി കിട്ടാൻ ടെറസ് തന്നെയാണ് ബെസ്റ്റ് സ്ഥലം. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ടെറസിലേക്ക് ഇങ്ങ് പോന്നു. എല്ലാ തുണിയും ഇവിടെ അങ്ങ് വിരിച്ചിട്ടു. നല്ല വെയിലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. സത്യം പറഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ തുണിയെല്ലാം പപ്പടം പോലെ അവിടെ ഉണങ്ങിക്കിടപ്പുണ്ടാകും. അതിലിന്ന് വൈകിട്ട് നാട്ടിലേക്ക് 2 പേരും ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും തുണി ഉണങ്ങി കിട്ടുകയും ചെയ്യണം. അതുകൊണ്ടാണ് റിസ്ക് എടുക്കാതെ ടെറസിൽ വന്ന് വിരിച്ചിട്ടത്. നല്ല വെയിലായിരുന്നു. ആ വെയിൽ കൊണ്ടിട്ട് അമൽ തലവേദന എടുത്തിട്ട് അമൽ ആദ്യം ഓടി. പിന്നെ ലഞ്ചും ഇന്നത്ര വിശാലമായിട്ട് ഉണ്ടാക്കാനെന്നുള്ളൊരു സമയ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു മോരുകറി ഉണ്ടാക്കി ഇന്നലെ വൈകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിന്നെ വൻപയർ രാത്രി കുതിർത്തിട്ട്, അപ്പോൾ അത് തോരനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കടച്ചക്കറി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് ഒരു ഓംലെറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് സെറ്റ്. അങ്ങനെ ഒരു പ്ലാനിലാണ് ലഞ്ച് ഉണ്ടാക്കാൻ കയറിയത്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഞങ്ങൾ 3 പേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ വിഷയദാരിദ്ര്യം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഒരാൾക്ക് സംസാരിക്കാൻ സമയം കിട്ടാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് വിഷയങ്ങൾ ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ താഴെയും ഭൂമിയുടെ പുറത്തുമായിട്ട് ചർച്ച ചെയ്യാനുണ്ടാകും. ഇതിപ്പോൾ ഏത് വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി. ഈ വീഡിയോ എടുത്തിട്ടൊരു 1-1.5 ആഴ്ച ആവുന്നു. എനിക്ക് തോന്നുന്നത് അമൽ ബാംഗ്ലൂർ വന്നിട്ട് ഓഫീസിൽ പോകാൻ ഇവിടുന്ന് അവൻ്റെ ഓഫീസിലേക്ക് 7 കിലോമീറ്ററോ മറ്റോ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. അവൻ 2 മണിക്കൂർ ട്രാഫിക്കിൽ കിടന്ന് നിരങ്ങി വന്നതിൻ്റെ എന്തോ വിഷമം പറയുന്നതാണ്. അപ്പം ഞാനും അതിലും ഓൾറെഡി ബാംഗ്ലൂരാണല്ലോ, അപ്പം ഞങ്ങൾ അവനെ കളിയാക്കുന്നതാണ്. എനിക്കിപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. ആ എന്നോടാണോ നീ 7 കിലോമീറ്റർ കണക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റയാണ് ഞാൻ പറയുന്നത്. അതിലും സെയിം അവസ്ഥയാണ്. അവൻ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നത്. പക്ഷേ ഈ ട്രാഫിക് കാരണം ഓഫീസിൽ എത്തുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. റാപ്പിഡോയുടെ ഓട്ടോയോ മറ്റുമാണ് ഇന്നലെ രാത്രി തിരിച്ചു വരുമ്പം അമൽ എടുത്തിരുന്നത്. അപ്പോൾ അയാൾ അവിടെ ഇവിടെയൊക്കെ കുത്തിക്കയറ്റി. അമലിൽ വന്നപ്പോൾ തൊട്ടുള്ള നടുവേദനയാണ്. ഇപ്പോഴും എന്തോ നടുവേദനയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അവനന്നേരം ഒരു ഓയിൻമെൻ്റ് ഉണ്ട്, ഒരു മസിൽ റിലാക്സേഷൻ്റെ, അതൊക്കെ തേച്ച് കൊടുത്ത് ഹോട്ട് ബാഗൊക്കെ കൊടുത്ത് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് ബ്യൂട്ടി പാർലറിലേക്ക് വരണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തായ്ലൻഡ് ട്രിപ്പിൻ്റെ കാര്യം. അതിന് മുന്നൊരുക്കമായിട്ട് ചെറിയൊരു പെഡിക്യൂർ, മാനിക്യൂർ, പിന്നെ ഒരു ഹെയർ വാഷും എടുക്കാമെന്ന് വിചാരിച്ചു. സിമ്പിൾ പെഡിക്യൂറാണ് എടുത്തത്. ഈ പെഡിക്യൂർ ചെയ്യുമ്പം ഈ ഡെഡ് സെല്ല് കളയാൻ വേണ്ടി അവരിങ്ങനെ എന്തോട്ട് ഉരയ്ക്കുമല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇക്ലിയാകും. ഞാൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുക. കഴിഞ്ഞ വീഡിയോയും ഇപ്പം ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോയും കൂടെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും
ഈ കാലിലും കൈക്കും തലയ്ക്കും ഒക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലേ, ഈ മുഖത്തിന് ചെയ്യുന്ന പരിപാടി മുഖത്തിനൊന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചേക്കാം. ശരിയാണ്, ഞാൻ മുഖത്തിലൊന്നും ചെയ്യാറില്ല. അത് ഭയങ്കര റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. എൻ്റെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മുഖമാണ്. പിന്നെ എന്തോ എനിക്ക് മുഖത്തൊന്നും ചെയ്യുന്നത് താല്പര്യമില്ല. പക്ഷെ കാലിൽ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ കാലും കൈയും അതിങ്ങനെ നീറ്റാക്കി വെക്കൽ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെഡിക്യൂർ മാത്രമേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. മാനിക്യൂർ എടുക്കുമ്പം എൻ്റെ 2 കൈയും അവിടെ ഡിപ്പ് ചെയ്തിട്ടേക്കുമായിരുന്നല്ലോ വെള്ളത്തിലൊക്കെ, അതുകൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ നന്നായിട്ട് ഒലിവ് ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്ത് ഹെയർ വാഷ് എടുത്തു. അധികം നേരം എന്നെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുമ്മൽ പിടിക്കും, പ്രത്യേകിച്ച് ട്രിപ്പിൻ്റെ തലേന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യിപ്പിച്ചില്ല, വേഗം തന്നെ അത് വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പാക്കിംഗ് എല്ലാം ചെയ്തു. ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ, അതായത് ബാറ്ററിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ക്യാബിൻ ലഗേജിൽ വേണമല്ലോ, അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ആകെ മുഖത്ത് ചെയ്തത് ഈ ഒരു ഷീറ്റ് മാസ്ക് ഇടലാണ്. ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ടു. പിന്നെ നാളത്തേക്ക് വന്ന ഡ്രസ്സെല്ലാം ഞാൻ ആദ്യമേ എടുത്ത് വെച്ചു. ബാഗെല്ലാം എല്ലാം സെറ്റാണ്. രാവിലെ എണീക്കുക, കുളിക്കുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഷീറ്റ് മാസ്ക് ഒരു 10-20 മിനിറ്റ് വെക്കണമല്ലോ. ആ ഒരു സമയം ഞാൻ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കും.